fall season തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ബട്ടർനട്ട് സ്ക്വാഷ് സൂപ്പ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പംകിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ ബട്ടർനട്ട് സ്ക്വാഷ് കൊണ്ട് സൂപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബട്ടർനട്ട് സ്ക്വാഷാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ രണ്ട് അറ്റങ്ങളും ഒന്ന് വെട്ടിയെടുക്കാം. പംകിനെ പോലെ തന്നെ തോല് വളരെ കട്ടിയുള്ള ഒരു വെജിറ്റബിളാണിത്. ഇനി ഇതിൻ്റെ നടുവേ ഒന്ന് മുറിക്കാം. അതിനുശേഷം അതിൻ്റെ കുരു നമുക്ക് ഒരു സ്പൂണ് വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റാം. ഞാൻ ഈ വെച്ച പോലെ ഇതിൻ്റെ ഫേസ് അപ്പായിട്ട് വേണം വെക്കാൻ. ഇനി ഇതിൽ കുറച്ച് ഓലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്ത് അതൊന്ന് ബ്രഷ് വെച്ച് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 425 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ 40 to 50 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. ഒരു കത്തിയോ ഫോർക്കോ വെച്ച് കുത്തി നോക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് അതിനകത്തേക്ക് പോകുന്നുണ്ടാവണം. ഇനി ഒരു 10 മിനിറ്റ് തണുക്കാനായി വെക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലഷ് സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സൂപ്പിൻ്റെ ട്രഡീഷണൽ രീതി ഇങ്ങനെയാണെങ്കിൽ കൂടി ബേക്ക് ചെയ്യാനുള്ള സാഹചര്യമില്ലാത്തവർക്ക് വെള്ളം കുറച്ച് വേവിച്ച് വറ്റിച്ചിട്ട് ഈ സൂപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഒരു നീളത്തിലരിഞ്ഞ ഉള്ളി ചേർക്കാം. അതോടൊപ്പം നീളത്തിലരിഞ്ഞ ഒരു 5 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയുടെ മിക്സ്ചറിനെ ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതോടൊപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബേക്ക് ചെയ്തിട്ടുള്ള സ്ക്വാഷും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതോടൊപ്പം ഒരു 1/8 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വെജിറ്റബിൾ ബ്രോത്താണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എന്താണ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് വേണം നമ്മളത് ആഡ് ചെയ്യാൻ. ഒരുവിധം തിക്കായിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ചേർക്കാം. പിന്നീട് നമ്മൾ അടുപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞ് നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഒരു സോസ് പാനിലേക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾ ബ്രോത്ത് ചേർത്ത് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. അതിനുശേഷം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് വാമാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ അത് സെർവ് ചെയ്യണം. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മല്ലിയിലയോ അല്ലെങ്കിൽ പാഴ്സ്ലി ലീഫോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.